നമസ്കാരം കുട്ടികളെ. ലോകപ്രശസ്ത എഴുത്തുകാരനും നോബൽ സമ്മാന ജേതാവുമായ ഗബ്രിയൽ ഗാർഷ്യ മാർക്വേസ് രചിച്ച എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് അഥവാ ഭീമാകാരമായ ചിറകുകളുള്ള അതിവൃദ്ധനായ ഒരാൾ എന്ന പാഠഭാഗത്തിന്റെ സമ്പൂർണമായ മലയാളം വിശദീകരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. മാന്ത്രിക യാഥാർത്ഥ്യമെന്ന സങ്കേതത്തിലൂടെ അപ്രതീക്ഷിതമായി ഒരു മനുഷ്യകുടുംബത്തിന്റെ മുറ്റത്ത് വന്നു ചേരുന്ന ചിറകുകളുള്ള ഒരു വൃദ്ധന്റെയും തുടർന്ന് ആ ദാമ്പത്യമുണ്ടാകുന്ന വിചിത്രമായ മാറ്റങ്ങളുടെയും കഥയാണിത്. പേജ് 8. അപ്രതീക്ഷിതമായ അതിഥി. കഥ തുടങ്ങുന്നത് പേമാരിയും മഴയും നിറഞ്ഞ ഒരന്തരീക്ഷത്തിലാണ്. മുറ്റത്തെ ചെളിയിൽ മുഖമമർത്തി വീണുകിടക്കുന്ന ഭീമാകാരമായ ചിറകുകളുള്ള ഒരു വൃദ്ധനെ പെലായോ കാണുന്നു. സാധാരണ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി പുറത്ത് ചിറകുകളുള്ള ഈ രൂപത്തെ കണ്ടയാൾ ഭയപ്പെടുന്നു. തന്റെ ഭാര്യ എലിസന്റയെ അയാൾ ഈ വിചിത്ര കാഴ്ച കാണിക്കാൻ വിളിക്കുന്നു. പേജ് 9. മാലാഖയോ അതോ വിചിത്ര രൂപമോ? അയൽപക്കത്തെ വിവേകിയായ ഒരു സ്ത്രീ ഈ രൂപത്തെ ഒരു മാലാഖ എന്ന് വിശേഷിപ്പിക്കുന്നു. പെലായോയുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നതാകാമെന്നും എന്നാൽ പ്രായക്കൂടുതൽ കൊണ്ട് വഴിയിൽ വീണുപോയതാകാമെന്നും അവർ കരുതുന്നു. പെലായോയും ഭാര്യയും അയാളെ തടവിലാക്കി ഒരു കോഴിക്കൂട്ടിൽ അടയ്ക്കുന്നു. ഈ വാർത്ത കാട്ടുതീ പോലെ പടരുകയും ആളുകൾ അയാളെ കാണാൻ തടിച്ചുകൂടുകയും ചെയ്യുന്നു. ജനങ്ങൾ അയാളെ ഒരു വിശുദ്ധനായല്ല, മറിച്ചൊരു സർക്കസ് മൃഗത്തെ പോലെയാണ് കാണുന്നത്. പേജ് 10. മാലാഖയിലൂടെയുള്ള സമ്പാദ്യം. മാലാഖയെ കാണാനെത്തുന്നവരിൽ നിന്ന് എലിസന്റ പ്രവേശന ഫീസ് ഈടാക്കാൻ തുടങ്ങുന്നു. ഇതിലൂടെ അവർ വലിയ സമ്പന്നരായി മാറുന്നു. എന്നാൽ ആ മാലാഖയാകട്ടെ എല്ലാ ഉപദ്രവങ്ങളും ക്ഷമയോടെ സഹിച്ച് ആ കോഴിക്കൂട്ടിൽ തന്നെ കഴിഞ്ഞു. ഇതിനിടയിൽ ചിലന്തി സ്ത്രീ എന്ന മറ്റൊരു വിചിത്ര കാഴ്ച ഗ്രാമത്തിലെത്തുന്നതോടെ ആളുകളുടെ ശ്രദ്ധ മാലാഖയിൽ നിന്ന് മാറുന്നു. ഇത് മാലാഖയ്ക്ക് അല്പം ആശ്വാസം നൽകുന്നു. പേജ് 11. മാറ്റങ്ങളുടെ കാലം. വർഷങ്ങൾ കടന്നുപോയി. മാലാഖയിലൂടെ കിട്ടിയ പണം കൊണ്ട് അവർ വലിയൊരു ബംഗ്ലാവ് പണിതു. പെലായോയുടെ മകൻ വളർന്നു. അവനും മാലാഖയും ഒരേ സമയം രോഗബാധിതരായി. ഒരു ഡോക്ടർ വന്ന് മാലാഖയെ പരിശോധിച്ചപ്പോൾ അയാളുടെ ശരീരഘടന കണ്ട് അത്ഭുതപ്പെട്ടു. ശൈത്യകാലത്ത് അയാൾ മരിക്കുമെന്ന് എല്ലാവരും കരുതിയെങ്കിലും ഡിസംബർ ആയപ്പോഴേക്കും അയാളുടെ ചിറകുകളിൽ പുതിയ തൂവലുകൾ മുളയ്ക്കാൻ തുടങ്ങുന്നു. പേജ് 12. വിടവാങ്ങൽ. ഒരു വസന്തകാല പ്രഭാതത്തിൽ എലിസന്റ ഉള്ളി അരിയുന്നതിനിടയിൽ ആ വിസ്മയ കാഴ്ച കാണുന്നു. മാലാഖ തന്റെ പുതിയ ചിറകുകൾ ഉപയോഗിച്ച് പറക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമൽപ്പം പ്രയാസപ്പെട്ടെങ്കിലും പതുക്കെ അയാൾ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നു. ആകാശത്തിന്റെ അറ്റത്ത് അയാളൊരു ചെറിയ ബിന്ദുവായി മറയുന്നതുവരെ അവൾ നോക്കി നിന്നു. അതോടെ അവളുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാരം ഒഴിഞ്ഞുപോയതുപോലെ അവൾക്ക് ആശ്വാസം തോന്നി. കുട്ടികളെ, അസാധാരണമായ ഒന്നിനെ സാധാരണ മനുഷ്യരെങ്ങനെ നോക്കിക്കാണുന്നു എന്നും മനുഷ്യന്റെ സ്വാർത്ഥതയും കാരുണ്യവും തമ്മിലുള്ള സംഘർഷവുമാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.